ബിഗ് ബോസിനകത്തും ബിഗ് ബോസിന് പുറത്ത് നടക്കുന്ന ഒരു ഗെയിം അർജുന്റെയും ജാൻമണിയുടെ ഒരു വിഷയമാണല്ലേ. അപ്പൊ കുറച്ച് ദിവസമായിട്ട് എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, എന്താണ് ജാൻമണിയും അർജുനും തമ്മിലുള്ള ബന്ധം അല്ലേ. അപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്താണ് അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലേ. അപ്പൊ ഓൾറെഡി ഇപ്പൊ എനിക്ക് തോന്നുന്നു ജാൻമണി ഇപ്പൊ വീടിനകത്ത് കയറിയതിനു ശേഷം നമ്മുടെ ഈ അർജുനാണെങ്കിൽ കുറച്ച് പെരുമാറ്റത്തിലൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടല്ലോ. ഒരു പരിങ്ങലും എന്തൊക്കെയോ ഒരു കള്ളലക്ഷണങ്ങളൊക്കെ കാണാനുണ്ട്. അതായത് ജാൻമണിയുടെ സംസാരം ബാക്കി ഇങ്ങനെ ഓരോ, പിന്നെ അതുപോലെ തന്നെ ശ്രീതു ആണെങ്കിൽ നമ്മുടെ അർജുൻ്റെ അടുത്ത് പുറകെ നടന്ന് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ജാനുവിനായിട്ട്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും തപ്പുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആണെങ്കിൽ നമ്മുടെ അർജുനാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതേക്കുറിച്ച് സംസാരിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ ആയിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ട് നമുക്ക് വീഡിയോട്ട് പോകാം. അപ്പൊ ഇന്നലെയാണ് നമ്മുടെ ജാൻമണി വീടിനകത്ത് കയറുന്നത്. അതിനുശേഷമാണ് ഈ ഒരു വിഷയം അങ്ങ് വഷളായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്താണ് അർജുനും ജാൻമണിയും നമ്മുടെ ശരിക്കുള്ള ബന്ധം എന്താണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ആർക്കും ഒരു വ്യക്തത ഇല്ല. അതുപോലെ തന്നെ എനിക്കും അറിയില്ല അവർ തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ള കാര്യം. ഓൾറെഡി എനിക്ക് തോന്നുന്നു ജാൻമണി നമ്മുടെ രഞ്ജിന ഹദാസിന്റെ ഒരു ഇന്റർവ്യൂക്കകത്ത് ഫസ്റ്റ് തന്നെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ അർജുൻ നല്ല എടുത്ത് പറയുന്നൊന്നുമില്ല, എന്നാലും നമുക്ക് മനസ്സിലാക്കാലോ, ഒരു 6 വർഷത്തെ പരിചയമുണ്ട്, എന്നിട്ട് ആ വ്യക്തി അവിടെ അതൊന്നും കാണിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ പറയുന്നുണ്ടായിരുന്നു, എന്താണ് എൻ്റെ അടുത്ത് എല്ലാ മെസ്സേജുകളും അർജുൻ എന്നെ വിളിച്ചതും, അതായത് എനിക്ക് മെസ്സേജ് അയച്ച എല്ലാ മെസ്സേജുകളും എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ പറയുന്നതിൽ നമ്മുടെ ജാൻമണിയുടെ എക്സ്പ്രഷൻസിൽ നിന്ന് രഞ്ജിനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ തന്നെ ആ ടോപ്പിക്ക് രഞ്ജിനി അവിടെ തന്നെ നിർത്തി, പിന്നെ കൂടുതൽ അങ്ങോട്ട് കൊണ്ടുപോയില്ല. അതുകൊണ്ട് രഞ്ജിനിക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ അങ്ങനെയാണ് നിർത്തിയത്. പക്ഷെ നമുക്കറിയില്ല, എനിക്കറിയില്ല അവർ തമ്മിലുള്ള ബന്ധം എന്താ. പക്ഷെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നമ്മുടെ അർജുനുണ്ട്. കാരണം അർജുന്റെ ഒരു ക്യാരക്ടറിൽ നല്ല വ്യത്യാസമുണ്ട്. ജാൻമണി ഇപ്പൊ വീടിനകത്ത് കയറിയതിനു ശേഷം ഒരു പരിങ്ങലും എന്തൊക്കെയോ ഒരു പരിഭ്രമം, അതുപോലെ തന്നെ എന്തൊക്കെ കള്ളത്തരങ്ങളും, അല്ലെങ്കിൽ ജാൻമണി എന്തെങ്കിലും പറഞ്ഞോ എന്നുള്ളൊരു പേടിയൊക്കെ നമ്മുടെ അർജുന ഇപ്പൊ എന്തായാലും ഉണ്ട്. അതുപോലെ തന്നെ വീട്ടിനകത്ത് നമ്മളെ ജാൻമണി ഇന്നലെ കയറിയല്ലോ. അപ്പൊ നമ്മുടെ ജാൻമണി ആണെങ്കിൽ വീട്ടുകാരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ടായിരുന്നു, എന്റെ കല്യാണമായി, കല്യാണം ഉറപ്പിച്ചു നോക്കാം. അപ്പത്തേക്കും നമ്മുടെ അർജുനാണെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ട് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ചോദിക്കുന്നത് കണ്ടായിരുന്നു, ഭയങ്കര ഞെട്ടലോടൊക്കെ കൂടി. അപ്പത്തേക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ഇല്ല എന്നുള്ളത് ചിലപ്പോൾ അങ്ങനെ പറയാന്ന് പറഞ്ഞപ്പോൾ അപ്പൊ ഒരു ഓക്കെ ആയ പോലെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ജാൻമണിയുടെ കാര്യത്തിൽ, അതായത് പേഴ്സണൽ കാര്യത്തിൽ അർജുൻ ഇത്രയും കൂടുതൽ ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ. അപ്പൊ അതെന്താന്ന് ആർക്കും അറിയില്ല. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ജാൻമണി പിന്നെ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ അർജുൻ്റെ അടുത്ത്, അർജുൻ ഇങ്ങനെ നോക്കുന്നുണ്ട് ജാൻമണി ഇങ്ങനെ ഒരുമാതിരി ഒരു പ്രത്യേക നോട്ടുണ്ടല്ലോ നമ്മുടെ അർജുന്. അപ്പൊ ആ രീതിയിലൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ എന്താ നോക്കുന്നതെന്നൊക്കെ ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പത്തേക്കും നമ്മുടെ ജാൻമണി പറയുന്നുണ്ട്, ഡോണ്ട് ലൈക്ക് മീ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരുമാതിരി ചിരിച്ചിട്ട് ഒരുമാതിരി ഇളിയുള്ള ചിരിയൊക്കെ കാണാം. അപ്പൊ നമ്മൾ അപ്പുറത്താണെങ്കിൽ നമ്മുടെ ശ്രീതു അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ശ്രീധുവിന് എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് ഒക്കെ, എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ ശ്രീധുവിന് തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് തോന്നുട്ടോ ഇന്നാണെങ്കിൽ ശ്രീതു അർജുന്റെ പുറകെ നടന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രശ്നം, അത് അർജുനും നമ്മുടെ ജാൻമണിയും തമ്മിൽ എന്താണ് പ്രശ്നം, എന്തെങ്കിലും തപ്പിരിക്ക, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അർജുനാണെങ്കിൽ ഒരു പ്രാവശ്യം പറഞ്ഞതല്ല, പിന്നെ അടുത്ത പ്രാവശ്യം പറഞ്ഞു. ആദ്യം പറഞ്ഞു ഇന്ന ഒരു ബന്ധമില്ല, ജസ്റ്റ് പരിചയമുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ രണ്ടാമത് വീണ്ടും നമ്മുടെ ശ്രീതു ചോദിച്ചപ്പോഴത്തേക്കും പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു വർക്കിന്റെ കാര്യത്തിന് ഫോൺ ചെയ്തിട്ടുണ്ട്, അപ്പൊ സംസാരിച്ചിട്ടുണ്ട്, 1-2 വട്ടമൊക്കെ വിളിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ ഒന്നിന്ന് അതുവരെ എത്തി കേട്ടോ. അപ്പൊ ഇനി ഒന്നുകൂടെ ചോദിച്ചാൽ ഇനിയിപ്പോ അർജുൻ വേറെ എന്തെങ്കിലും പറയുമെന്ന് അറിയില്ല. അപ്പൊ എന്തായാലും ശ്രീധുവിന് എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വേറെ ഒരു പെരുമാറ്റത്തില് ഓൾറെഡി നമ്മുടെ ശ്രീധു ആണെങ്കിൽ എപ്പോഴും അർജുന്റെ കൂടെ അല്ലേ. അപ്പൊ ഈ അർജുന്റെ ഒരു പെരുമാറ്റത്തിൽ നിന്നുള്ള ഒരു ഇതുകൊണ്ടായിരിക്കാം തോന്നുന്നു നമ്മുടെ ശ്രീധുവിന് ഇങ്ങനെ ഒരു തോന്നൽ തോന്നിയത്. അതുകൊണ്ടാണ് ഇപ്പൊ ശ്രീധു ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അർജുൻ അതിന് വ്യക്തത ഒന്നും കൊടുത്തിട്ടില്ല. ശരിക്കും ഇപ്പൊ എനിക്കൊന്ന് പുറത്ത് കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതായത് അർജുൻ അങ്ങനെയാണ്, അതൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അതൊന്നും ഒരു വ്യക്തതയില്ലാത്ത കാര്യമാണല്ലേ. അപ്പൊ അറിയാത്ത കാര്യത്തെ കുറിച്ച് ഞാനത് പറഞ്ഞിട്ട് അത് വലുതാക്കുന്നില്ല. എനിക്കറിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അർജുനും അതുപോലെ തന്നെ ശ്രീധു അല്ല ജാൻമണി തമ്മിൽ എന്താണ് ബന്ധം എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർ മുന്നിൽ എന്തൊക്കെയോ പരിചയമുണ്ട്, അവർ തമ്മിലിടയിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് അത് അർജുന്റെ ഒരു ക്യാരക്ടറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്തായാലും. അപ്പൊ അത് എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പൊ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അപ്പൊ ഇനി മത്സരാർത്ഥികളെ ഡീഗ്രേഡ് ചെയ്യുന്നു, അങ്ങനെയൊന്നും വേണ്ട. എന്തായാലും നമ്മൾ പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ടാണ് അർജുൻ നിൽക്കുന്നതെങ്കിൽ ഒരിക്കലും അത് അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഈ ശ്രീധു അതുപോലെ തന്നെ അർജുൻ കോംബോ അതൊക്കെ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണോ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ പുറത്ത് വന്നിട്ട് എന്തായാലും എല്ലാ കാര്യങ്ങളും ഇന്ന് വരെ നമ്മുടെ ബിഗ് ബോസിനകത്ത് ആരൊക്കെ എന്തൊക്കെ കള്ളത്തരം കാണിച്ചിട്ടുണ്ടോ പുറത്ത് വന്നിട്ട് അത് പൊളിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ അതിനുശേഷം എന്തായാലും നമ്മുടെ പ്രേക്ഷകർ എന്തായാലും ഇത് വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. നമുക്ക് നോക്കാം, എന്തായാലും കുറച്ചുകൂടെ നോക്കാം. അപ്പൊ അർജുന്റെ ഒരു പെരുമാറ്റം നമുക്ക് മനസ്സിലാവും കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ. എന്തായാലും ശ്രീധു വിടാനും പോകുന്നില്ല എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ വേറെ എന്താണ്, ഇത്രയും കാര്യമുള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ അടുത്തൊരു വീണ്ടും വരാം. ബൈ.